ഹായ് കൂട്ടുകാരെ, ഷിജൂസ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഞങ്ങൾ നേരം വിളിക്കുന്നത് നടക്കാനിറങ്ങിയാണ്. കാരണം കുറേ നാളായിട്ട് നിർത്തി വെച്ചിരിക്കുന്ന പരിപാടിയായിരുന്നു. അതെ, മഴയൊക്കെ അല്ല ഞാൻ, അപ്പോൾ അത് കാരണം അത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ റോഡേ അങ്ങോട്ട് നടന്ന് പോകാമെന്ന് വെച്ച്. അപ്പം ഒരു അരമണിക്കൂറോളം നമ്മൾ എല്ലാ ദിവസവും നടക്കുന്നതാണ്. ശരണ്യക്ക് ഭയങ്കര മടിയാണ് നടക്കാൻ വരാൻ. അല്ലേ, എല്ലാ കാര്യം ഞാൻ തുറന്നു. എങ്ങനെ അല്ല, എണീക്കുന്നുണ്ട്, പക്ഷെ നടക്കാൻ പോകാൻ വരാനൊക്കെ മടിയാണ്. പിന്നെ ഇപ്പം എന്തോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ അതെ കേക്കാർമൽ വഴിയാണ് നടക്കുന്നത്. ശരണ്യ അങ്ങോട്ട് സ്പീഡിൽ നടക്കുകയാണ്. ഇങ്ങോട്ട് വരുന്നുണ്ട്, ഞാൻ പോവാം. കൂട്ടുകാരെ അങ്ങനെ അതെ ഞങ്ങളിത് തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് എത്തിയത്. ശരണ്യയുടെ കയ്യിൽ കണ്ട പാലൊക്കെ മേടിച്ച് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. ഒത്തിരി ഇറങ്ങിയല്ലേ? അപ്പം ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷത്തിലേക്ക് പോകാം. നമ്മൾ വീട്ടിലെത്തി. ഇനി വേണം ചായ കുടിക്കണം, കാപ്പി കുടിക്കണം. പിന്നെ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട് അമ്മ രാവിലെ തന്നെ വിളക്ക് കത്തിച്ച് അമ്മയുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ അമ്മ രാവിലെ ചെയ്യുന്നു. അങ്ങനെ കൊണ്ട് ശരണ്യ അമ്മയുടെ കൈ കൊണ്ട് പാലും ഒക്കെ കൊടുത്ത് ഇന്നങ്ങനെ നമ്മൾ നടപ്പും കഴിഞ്ഞ് വന്നാണല്ലേ പാലും മേടിച്ച് എവിടെ വരെ നടന്നു. എങ്ങനെ ഓടി? കപ്പോള സ്കൂൾ എവിടെ? കപ്പോള കണിയാകുളം വഴി. ഓരോ ദിവസം ഓരോ റൂട്ടാണമ്മ പോണത്. അപ്പൊ രാവിലെ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് മറന്നുപോയി അമ്മ. ഹായ് മക്കളെ. അപ്പൊ ശരി, അപ്പൊ നമുക്കൊരു ചായയൊക്കെ കുടിച്ചിട്ട് തുടങ്ങാം. ഞങ്ങൾക്ക് കാപ്പിയാണ്. അച്ഛന് മാത്രമാണ് ചായ, ഞങ്ങൾ എല്ലാവരും കട്ടൻ കാപ്പി. ശരണ്യ അങ്ങനെ കാപ്പിക്ക് വേണ്ടി ആണല്ലേ. ശരണ്യക്ക് അത് നിർബന്ധമാണ്. അതെന്നാണ് ശരണ്യ അങ്ങനെ പറയണത്? ശരണ്യക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ മേടിച്ചു തരും. അതെന്തുകൊണ്ടാ? ബിസ്ക്കറ്റ് കവക്കെട്ടല്ല, ശരണ്യക്ക് മധുരമുള്ള സാധനം തിന്നാ പിറ്റേ ദിവസം എന്തോരും തലവേദന. എന്നിട്ട് ഇതൊക്കെ അറിയാം. എന്താണ് അങ്ങനെയൊക്കെ ഉണ്ട. കൂട്ടുകാരെ, ഒരിടക്ക് വരെ ശരണ്യം ചായയിന്ന് കുടിക്കുന്നത്. ശരണ്യ ചായ മാറ്റിക്കളഞ്ഞത് എന്താണ് കാര്യമെന്ന് ശരണ്യക്ക് തന്നെ അറിയാം. അപ്പം ഇതേ കണ്ട, എനിക്കും ഒരു കാപ്പി കിട്ടി. അതെ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ അല്ലേ സന്തോഷ നിമിഷങ്ങളൊക്കെ. നേരാണ് കേട്ടോ, ഇതിലൊന്നും ഒരു തുള്ളി മധുരം ഇല്ല. ഞങ്ങൾ 3 പേരും മധുരം ഉപയോഗിക്കുന്നില്ല. അതെ, എന്നാലും നിങ്ങളോർക്ക് ഞങ്ങൾക്കൊക്കെ ഷുഗർ ഉണ്ടായിട്ടാണ്, അതുകൊണ്ടല്ല നമുക്ക്. പക്ഷെ മധുരമില്ലാത്ത കാപ്പിൽ മധുരമുള്ള ബിസ്ക്കറ്റ് വേണം കേട്ടോ. രാവിലെ നടപ്പുണ്ട്, മധുരമില്ലാത്ത ഭക്ഷണമൊക്കെ കഴിക്കണുണ്ട്. എന്നിട്ട് കണ്ട ബിസ്ക്കറ്റും കഴിച്ച് പിന്നെ ഇത് കഴിയുമ്പോൾ ഇതൊക്കെ. ഏതായാലും കൂട്ടുകാർ, ഇന്ന് എന്നാണ് നമുക്ക് കാപ്പിക്കെന്ന് കൂട്ടുകാരോട് പറഞ്ഞു? പുട്ടും പഴവും പുട്ടും കടല. എനിക്ക് അറിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും പഴം. അച്ഛനും അമ്മക്കൊക്കെ എന്ന് വെച്ചാൽ ഒരു ഏത്തപ്പഴം ഇല്ലെങ്കിൽ പുട്ട് തിന്നാൻ പറ്റത്തില്ല. നിർബന്ധമല്ല, എന്തെങ്കിലും ഒരു പഴമാണ് ഇഷ്ടം. അപ്പൊ ഞങ്ങളൊന്ന് ചായ കുടിച്ചിട്ടൊക്കെ ബാക്കി വിശേഷത്തിലേക്ക് പോകും. കൂട്ടുകാരെ, അങ്ങനെ അതെ ശരണ്യ ചായ കുടിയൊക്കെ കഴിഞ്ഞിരുന്നു. നമ്മുടെ അച്ഛനെന്തേ ചായയൊക്കെ കുടിച്ച് വീഡിയോ എടുത്തില്ല. കണ്ട, അച്ഛനൊരു കൂട്ടുകാർക്കൊരു ഹായൊക്കെ തന്നിട്ടുണ്ട്. ശരണ്യ രാവിലെ നടക്കാൻ നേരാണോ അച്ഛനും കൂടി വായിച്ച അച്ഛന് കഴിയല്ലോ. നേരാണ്, ഈ അമ്മേനെ ആകുന്ന വിളിച്ചിട്ടുണ്ട്.
എന്റെ വണ്ണം കുറയണവരെ. അത്ര വേണ്ട. ആ അല്ല ഇത് ദിവസവും ആക്കണം. ഇത് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു ഇച്ചിരി നേരം അതിനായിട്ട് എന്നും മാറ്റി. ദിവസവും നിങ്ങള് കാണത്തില്ലല്ലോ. അല്ല എല്ലാ ദിവസങ്ങളിൽ പോകണം. ഇപ്പൊ ഷിജു അന്നേരം വരാൻ പറ്റില്ലെങ്കിൽ ശരീരത്തിൽ എന്താ നടക്കണേ? പിന്നെ എന്നെ അണ്ണൻ പിടിച്ചോണ്ട് പോകും. ആര് പിടിച്ചിട്ട് പോവാൻ? പിന്നെ പേടിയുണ്ട് പേടി. മൊത്തം പട്ടിക പട്ടിയാ പിടിക്കാൻ പോകണം. പട്ടികളും ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ലല്ലേ ശരണ്യനെ അങ്ങനെ ഞാൻ ഒറ്റക്ക് നടക്കാൻ വിടുവാ? അതില്ല. ഇല്ല. ഒരു പട്ടി വന്നാ മതി, ഓടാൻ രക്ഷയില്ല ശരണ്യ. അല്ലേ അതിന്റെ ചെന്നൈനെ എല്ലാവരും നടക്കുമെന്നാണോ വിചാരിക്കണം? ഞാൻ എല്ലാ ദിവസവും പോകും. ഏഹ് ഞാൻ എല്ലാ ദിവസവും ആ നമുക്ക് കാണാതെ ഇത് എത്ര ദിവസം അല്ല മഴ വരുമ്പോ പോയല്ല. മഴ വരുമ്പോ അങ്ങനെയാണ് കഴിഞ്ഞത് നിന്ന് പോയത്. പോയിക്കൊണ്ടിരുന്നത് അല്ലേ? ആണ്. ആൻറ്റി ഞാൻ ഒരു കാര്യം പറയാം. അമ്മയും മകളും കൂടി അങ്ങോട്ട് പോട്ടെ. ആ അമ്മയെ കൂട്ടി പിടിച്ചാൽ ഒന്നും നടക്കത്തില്ല. എന്താണ് ശരി? അമ്മ വരത്തില്ല. അപ്പൊ അമ്മനെ വന്നവും കുറെ ഇല്ലേ? അമ്മ വരികയല്ല, അമ്മ നടക്കാൻ മാത്രം വരികയല്ല. അമ്മ പറയും മുട്ടുവേദനയാണ്, അതാണ് ഇതാണ്. അപ്പഴത്തി വിളിച്ചാൽ പോലും വരത്തില്ല. ആ നിങ്ങള് പോട്ട് വരുന്നേ എന്നാ ബാ നമുക്ക് അടുക്കളയിലെ വിശേഷത്തിലേക്ക്. രാവിലത്തെ പരിപാടി എന്താണ്? രാവിലെ പുട്ടും പഴവും കടലും. ദേ വന്നുണ്ടോ അമ്മ? ഞാൻ നടക്കാൻ പോണില്ല. അതെന്താ? എനിക്ക് രാവിലെ എഴുന്നിട്ട് രാവിലെ ഏറ്റവും ചെയ്തു. രാവിലെ ദോഷാണി കേട്ടോ. അമ്മ എന്നെ ആകുന്ന വിളിച്ചിട്ടുള്ളതാ. നടക്കാൻ പറ്റില്ല. അമ്മ അന്നേരം പറയേ വിളക്ക് കത്തിക്കാൻ പറ്റിയില്ല, രാവിലെ കുളിക്കല് നടക്കിയല്ല. ഞാൻ നടക്കാം. എനിക്ക് ഒരു കുഴപ്പം എനിക്കറിയാം. ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അതെ എനിക്ക് ആ കാര്യത്തിൽ ഇപ്പൊ ഏതായാലും മരുന്നിന്റെ പ്രശ്നമൊന്നും ദൈവം സഹായിച്ച് എല്ലാ അനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയാണ്. പുട്ടുകുറ്റി കഴുകാൻ പോയാണ്. അപ്പൊ അങ്ങനെ രാവിലെ അടുക്കള പ്രവേശനം അല്ലേ? അങ്ങനെ കുക്കറാണെങ്കിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല. ഈ പുട്ടുകുറ്റി കഴുകണ ശരണ്യ തന്നെ ആയിരിക്കും. അതിനൊരു പ്രത്യേകതയുണ്ട് ഇതിന്റെ അകത്തല്ലേ. അപ്പൊ അതാണ് ശരണ്യ തന്നെ അത് കഴിയണം. അപ്പൊ രാവിലത്തെ പാത്രം കഴുകും, പിന്നെ അതുപോലെ അമ്മയുടെ ബാക്കി പാചകത്തിലേക്കും ഒക്കെയാണ് പോകുന്നത്. കൂട്ടുകാരെ അങ്ങനെ ശരണ്യ അതെ രാവിലെ അങ്ങോട്ട് പുട്ട് കുത്താന്ന് തന്നെ തീരുമാനിച്ചു. വേറെ ആരെയും കൊണ്ട് കുത്തിക്കുകയല്ല, ശരണ്യ തന്നെ കുത്തുള്ളൂ. അങ്ങനെ കൂട്ടുകാരെ അങ്ങനെ നല്ല ചൂട് പുട്ടും ചൂട് ഏത്തപ്പഴമുണ്ട്. ചൂട് ഏത്തപ്പഴം, ഏത്തപ്പഴമുണ്ട്, കടലക്കറിയുണ്ട്. ആഹാ. അപ്പൊ ഞാനടുത്ത് ചൂട് ഏത്തപ്പഴം എന്ന് വെച്ചപ്പോ ഇനി പുഴുങ്ങി കാണുമെന്ന്. പുഴുങ്ങിയിട്ടില്ല. അപ്പൊ കടലക്കറി ഉണ്ട് ചൂട്. ചൂട് കടലക്കറിയുണ്ട്, കട്ടൻ കാപ്പിയുണ്ട്. കൂട്ടുകാരെ അങ്ങനെ അതെ അടുത്തതും കുത്താൻ തുടങ്ങി ശരണ്യ. കണ്ട ഇതൊക്കെയാണ് ഇതേ അച്ഛൻ്റെ കഴിക്കാനായിട്ട് വന്നിരുന്നു. പിന്നെ രണ്ടാമതേ അപ്പം അതെ കൂട്ടുകാരെ അങ്ങനെ അതെ അങ്ങനെ ചൂട് പുട്ടും ഏത്തപ്പഴം കടലക്കറി, നമ്മുടെ കടലക്കറിയൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചു കൊടുത്ത് വെച്ചാൽ എന്താ അടിപൊളി കടലക്കറി, ചൂട് പറക്കണ കടലക്കറി തന്നെയാണ്. അപ്പം ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. അപ്പം ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെയുള്ളു. പിന്നെ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്ന ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോകുന്നു. അപ്പം നമ്മൾ രാവിലെ തൊട്ടുള്ള ഇതുവരെയുള്ള വീഡിയോ ഇതിൽ കാണിക്കുന്നു. അതെ ഞങ്ങൾക്ക് തിരക്കാണ്, സെയിൽ പോകണം രാവിലെ. അപ്പം അതുകൊണ്ടാണ് ഇതുവരെയുള്ള വീഡിയോ കാണിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടുകാർക്ക് അച്ഛൻ ആദ്യം കൈ തന്നു. നല്ലൊരു വീഡിയോ